കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാം. ചെറുപ്പക്കാർ തെണ്ടി നടക്കുക പെണ്ണിട്ടാനില്ല. ഇപ്പോൾ തന്നെ തുടങ്ങി. വളരെ ചെറിയൊരു ശതമാനം സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ലാത്തത്. എന്നിട്ട് തന്നെ ബാല്യക്കാർക്ക് പെണ്ണിട്ടാനില്ല. ഒരാള് വണ്ടിയുടെ സ്റ്റെയറിങ് പിടിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, എൻ്റെ അനിയന് എന്നായിരിക്കും പറഞ്ഞു, അനിയന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് കല്യാണം കഴിക്കാൻ. ഞാൻ എൻ്റെ തലയിലാകെ ബേജാറാണ്, എവിടുന്ന് ഞാൻ പെണ്ണുണ്ടാക്കും. ഇതേ വാക്കിന് 25 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നത് ബാപ്പമാരാണ്. എൻ്റെ കുട്ടിക്ക് പ്രായപൂർത്തിയായി, എവിടുന്നാണ് ഞാൻ ഇനി ഒരു പുതിയ പെണ്ണുണ്ടാക്കുക എന്തേ പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ ഇതേ വാക്ക് പറയാം. ശരി, then after 5 years കല്യാണ സംഭവം, വിവാഹ സംഭവം ഉണ്ടോ? സംഭവം ഉണ്ടാവില്ല. യുവതി യുവാക്കൾ അങ്ങനെ മേഞ്ഞു നടക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. ഞാൻ കോലാലംപൂരിലേക്ക് വരികയാണ്. അവിടെ നിന്ന് 400 കിലോമീറ്റർ 50 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തൊരു ഇസ്ലാമിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. 2011-12 ആയിരിക്കും. അങ്ങനെ ഒരു വണ്ടിയിൽ ഞാനുണ്ട്, ഡ്രൈവറുണ്ട്, വേറെ 2 ആൾ. തിരിച്ചൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് കോലാലംപൂരിലാണ് സ്റ്റേ ചെയ്യുന്നത്. കോലാലംപൂരിലേക്ക് തിരിച്ചു വരും. 2012 മറ്റോ ഇല്ല. അങ്ങനെ ഹൈ സ്പീഡിൽ വരുന്നതിനിടയിൽ രാത്രി ഒരു 2 മണിയായപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നത് പോലെ തോന്നുന്നുണ്ട്, നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഒരു സിറ്റിയുടെ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഔട്ടറിലേക്ക് വന്നു. അപ്പോൾ ഒരു വലിയ റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നവർ എൻ്റെ മനസ്സിനെ അപ്പം കാണാൻ ഒരു 500 ആൾക്കെങ്കിലും സീറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി അടുപ്പിച്ച് കയറി. ഇഷ്ടം പോലെ എത്രയാണ് കാറുകൾ, പരിസരത്ത് കയ്യും കണക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ കയറി ചെല്ലും. നോക്കാം, അത്ഭുതം, എന്നാ അത്ഭുതം. ഞാൻ മറക്കൂല, ഞാനത് മറക്കേയില്ല. എൻ്റെ ജീവിതത്തെ മറക്കൂല. ഞാൻ ചില സംഭവങ്ങൾ നമ്മൾ മറക്കൂല. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സീറ്റില്ല. യുവതി യുവാക്കൾ, എന്താ പറയാ, മുടിയൊക്കെ ബോബ് ചെയ്ത പെൺകുട്ടികൾ. അതായത് അവരൊരു ബിറ്റ്വീൻ എന്താ പറയാ 20-35 ഇടയിൽ, 30-35 ഒന്നും ആവില്ല, ഈ 20-30 ഇടയിലുള്ള യുവതി യുവാക്കൾ കാലിൻ്റെ മടിയിൽ എന്താ പറയാ കമ്പ്യൂട്ടറും വെച്ചിട്ട് ലാപ്ടോപ്പും വെച്ച് ഇരിക്കണവർ. എത്ര മണി? രാത്രി 2 മണി. ഹിപ്പികളും യുവതി യുവാക്കൾ. കുറച്ചാളുകൾ ആ റെസ്റ്റോറൻറ്റിന്റെ പുറത്തൊരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്തിൽ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് എന്ത് ചെയ്യുന്ന ഒരു റിലാക്സിന് വേണ്ടി ഇറങ്ങിയതായിരിക്കും ഇവിടെ വെച്ചിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ വിദൂരമല്ല. 10 മണിക്ക് കടയടക്കണമെന്ന് നമ്മൾ സർക്കാർ എടുത്തു കളഞ്ഞു എന്നാണ് ഇപ്പൊ അവസാനം എൻ്റെ അറിവ്. ആ 100%. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ പിശാചിൻ്റെതാണ് എന്ന് ബിഫോർ 5 years ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കും മോട്ടിവേഷൻ ക്ലാസ്സുകൾ പിശാചിൻ്റെ. അപ്പോൾ ചില മോട്ടിവേറ്റർമാരൊക്കെ എന്നോട് ചൂടായി. വലിയ മോട്ടിവേറ്റർമാർ, മതരംഗത്തുള്ളവർ, അവർ പിശാചിൻ്റെ തൊഴിലാണ് ചെയ്യുന്നത്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ 100% പിശാചിന്, എൻ്റെ പിന്നിൽ പിശാചാണ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? റഹ്മത്തുള്ളാന്റെ തല നിങ്ങളെ തലയിലില്ലാത്തതുകൊണ്ടാണ്. റഹ്മത്തുള്ളാക്ക് തന്ന പഠിച്ചോം കഴുത്തിൻ്റെ മേലെ തന്നൊരു തല നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. മോട്ടിവേഷൻ ക്ലാസ് പിശാചിൻ്റെതാണോ? എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സും പിശാചിൻ്റെതാണ്. ഈ ലോകം ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് മോട്ടിവേഷൻ വേണ്ടത്. പരലോകത്തിലേക്കാണ്. ഇസ്ലാമില്ലാതെ മോട്ടിവേഷൻ. ഇസ്ലാം എന്നാൽ ആളുകളെ മുന്നിൽ നിന്ന് പുറകോട്ട് തള്ളലാണ്, ബാക്കിൽ നിന്ന് മുന്നോട്ട് തള്ളലല്ല. മുന്നോട്ട് പോകൽ മനുഷ്യന്റെ ജിബില്ലത്താണ്, സ്വാഭാവികമായി സിസ്റ്റത്തിലുള്ളതാണ്. ഭൗതികമായി മുന്നോട്ട് ഓടണം. 2 മലഞ്ചെരിവ് നിറയെ ധനം ലഭിച്ചാലും മൂന്നാമത്തതിനെ തേടി ഓടുക എന്നത് നാച്ചുറലായി മനുഷ്യന്റെ സിസ്റ്റത്തിലുള്ളതാണ്. അതിനെ തടയലാണ് എന്ത്? അതാണ് സ്പിരിച്വൽ മെസ്സേജ്. അവിടെയാണ് മോട്ടിവേഷൻ. ഇസ്ലാമിക മോട്ടിവേഷൻ മുന്നോട്ട് തള്ളലല്ല, പുറകോട്ട് തള്ളലാണ്. പോടാ അങ്ങോട്ട്. ഇപ്പൊ മുസ്ലിയാക്കന്മാരിൽ നല്ല ശതമാനത്തിന് പണി മോട്ടിവേഷൻ ക്ലാസ്സാണ്. അവരൊക്കെ ചെയ്ത്താൻ തന്ത്രികൾ. ആ മൂല്യന്മാര് മുഴുവൻ ചെയ്ത്തന്മാര് 100%. അള്ളാഹുവും മനുഷ്യനുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനേ മോട്ടിവേഷൻ ക്ലാസ്സിൽ കഴിയും.
100%. അവന്റെ മുഖത്തേക്ക് നോക്കരുത്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന മോലിയരെ മുഖത്തേക്ക് നോക്കിയ ഇമാം പോകും. ചെയ്താനാണ് അവൻ പറഞ്ഞത് മനസ്സിലാക്കൂല. നീ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈജിപ്തിനോട് പറയും നിങ്ങളെ പറഞ്ഞത് ശരിയെന്ന്. പറഞ്ഞതാ കാര്യം. മോട്ടിവേഷൻ ക്ലാസ് പോലെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാര് വരെ മുസ്ലിം സമുദായത്തിന് ഇതിനു വേണ്ടി ഓടുക. മൂല്യന്മാർ മോട്ടിവേഷൻ ക്ലാസ്. നിങ്ങളിൽ ഒരുപാട് സ്കില്ലുകളുണ്ട്, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, മറ്റൊരാണ്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവൻ പിശാച്ചാണ്. അത് പിശാച്ചിന്റെ അവതാരമാണ്. മൂല്യരാണെങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കരുത്. ഈമാൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്ത് വിചാരിച്ചാലും അല്ല. നിങ്ങളെ വാപ്പാന്റെ എവിടെയാണ് അവിടെ എൻ്റെ റേഷൻ കാർഡ്? നിങ്ങളൊന്നും അവിടേക്ക് റേഷൻ കാർഡ് തരാതൊക്കെ വേണ്ടി അപ്പാടച്ചമ്പുരാൻ എനിക്ക് നിയമത്തെ നൽകിയത്. ഞാൻ ഓരോരുത്തരും വില വെക്കൂല, ഓരോരുത്തരും വില വെക്കൂല. ഇത് കാരണം എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളെ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. ദൗർഭാഗ്യകരം. എനിക്കെന്താ പ്രശ്നം? നിങ്ങളെ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. ഈ ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഗസായിലെ പ്രശ്നം പോലെയല്ല ഇറാന്റെ പ്രശ്നം. ഗസായിൽ ദുരന്തം സംഭവിച്ചാൽ അത് ദുരന്തം തന്നെയാണ്. ആ ദുരന്തത്തെ സഹതാപത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ. അതേസമയത്ത് ഇറാന് സംഭവിക്കുന്നത് അങ്ങനെയല്ല. അതിനാൽ ഉണ്ടായിരുന്ന സോഷ്യൽ ചേഞ്ചിനെ പരിഹരിക്കാൻ മുസ്ലിം ലോകത്തിന് മഹ്ദിമാം വരെ വരുന്നവരെ കഴിയില്ല. മഹ്ദിമാം ഈ സിസ്റ്റം മുഴുവൻ തകർന്നാലേ വരുവുള്ളൂ. മഹ്ദിമാം നാളെ വരുന്ന ആരും വിചാരിക്കണം. സിസ്റ്റം തകരണം. അതിനിടയിൽ കുറച്ച് കാരണം അത് മുസ്ലിം സമുദായത്തിലെ നിരീശ്വരവാദികൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പഴപ്പിക്കുന്ന കാലമാണ്. നിവരമുള്ളത് മുസ്ലിം സമുദായത്തിലെ ഭൗതികവാദികളും നിരീശ്വരവാദികളും ഹൈന്ദവ ക്രൈസ്തവ ജനങ്ങളെ പിഴപ്പിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. അത്രേ ഇപ്പൊ പറയും. ചിന്തിക്കും. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാനട്ടാ, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം എന്തൊക്കെ പറയാനുള്ള കാരണം, നമുക്ക് നബിയുമായി ബന്ധമുണ്ടാക്കണം. നബിയുമായി ബന്ധമുണ്ടാക്കണമെങ്കിൽ നീ ആരാഗ്രഹിക്കണം? നബി ആഗ്രഹിക്കണം. ചിന്തിക്കണം. ഉണ്ണാൻ കിട്ടാലും ഉടുക്കാൻ കിട്ടലും എന്നുള്ളത് വലിയൊരു കാര്യമല്ല, വലിയ കാര്യമല്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാരണമായി ചില ഒരു MLA ഒരു അല്പനേരം ഉണ്ട് ഞങ്ങളുമായി ഒന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരു MLA കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. അപ്പോൾ അയാൾക്ക് രാവിലെ വന്ന് 7 മണിക്ക് നിങ്ങളൊന്ന് കാണാം, സംസാരിക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് പണിയൊന്നും തുടങ്ങിയിട്ടില്ല, അപ്പോൾ നിങ്ങളൊന്ന് സംസാരിക്കുകയും ചെയ്യാം എന്നിട്ട് വന്നതാണ്. എറണാകുളത്തെ MLA. വീട്ടിൽ ചായ കൊടുത്ത് ഇരുത്തി സംസാരിച്ചു. ആ സംസാരം മധ്യേ ഞാൻ പറഞ്ഞു, ഭരണീയർക്ക് ഭക്ഷണം കൊടുക്കൽ ഭരണാധികാരിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ല. ഭക്ഷണം കൊടുക്കൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമല്ല, ഒരിക്കലും ഉത്തരവാദിത്തമല്ല, പ്രധാന ഉത്തരവാദിത്തമല്ല. പിന്നെ പ്രധാന ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചു. ഞാൻ അവർ പലരും പല മുഖ്യമന്ത്രി കിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അത് സംബന്ധമായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അല്ല. ഭരണീയരുടെ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒന്നാമത്തെ കാര്യമല്ല. ഒന്നാമത്തെ കാര്യം നിർഭയത്വം നൽകലും നീതി നൽകലുമാണ്. പിന്നെ അതൊന്നും പറഞ്ഞില്ല, അത് ശരിയാണ്. 2 കാര്യം ഭരണാധികാരിക്ക് പ്രധാന ബാധ്യതയുള്ളൂ. മനസ്സിലായില്ല? 1 നിർഭയത്വം, 2 നീതി. ഇത് രണ്ടുമുള്ളൊരു സൊസൈറ്റിയിൽ സ്വാഭാവികമായി തൻ്റെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഭക്ഷണം. ഇത് രണ്ടും നിലനിൽക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെയില്ല. ഇത് രണ്ടും ഒരു സൊസൈറ്റിയിൽ ഉണ്ട്. എന്ത്? നിർഭയത്വം, പിന്നെ നീതി. അടിസ്ഥാന നീതിയാണ് നീതി. നീതി ഇല്ലെങ്കിൽ നിർഭയം ഉണ്ടാവും, ഉറപ്പ്. ഇത് രണ്ടും പരസ്പരം ബന്ധിതവുമാണ്. എന്ത്? നിർഭയത്വം ഉണ്ടെങ്കിൽ നീതി ഉണ്ടാവും, നീതി ഉണ്ടെങ്കിലേ നിർഭയത്വം ഉണ്ടാകൂ. പരസ്പര ബന്ധിതമാണ് നീതിയും നിർഭയത്വവും. അതാണ് ഭരണാധികാരി ഉത്തരവാദിത്വം. അല്ലാതെ എല്ലാ വീട്ടിലേക്കും മാസാമാസം കിറ്റ് കൊടുത്തേക്കലല്ല. ഭരണാധികാരി മുഖം മറക്കാൻ ശ്രമിക്കലാണ്. മനസ്സിലാണ്ട് പറഞ്ഞു. വളരെ നിങ്ങൾ അടിസ്ഥാനപരമായ സത്യങ്ങളെ മനസ്സിലാക്കണം. അതാണ് അടിസ്ഥാനം.
അപ്പോൾ നമ്മൾ വളരെ 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 ചിന്തിക്കണം, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സാമൂഹിക സാഹചര്യം വലിയ ആപത്തുണ്ടാക്കും, വലിയ ദുരന്തം. ആ ദുരന്തം നമുക്ക് കയറാൻ കഴിയില്ല. റഫഅത നബിയെ അങ്ങ് ഉയർത്തി തന്നു ഹിജാബൽ ബൈനി, വിടവിൻ്റെ ഒരു മറയെ, എനിക്കും അങ്ങേക്കും ഇടയിലുള്ളൊരു വിടവിൻ്റെ മറയെ ഉയർത്തി തന്നു. വൽ ബൈനു, ഈ ഇടയിലുള്ള മറകൾ പലപ്പോഴും അങ്ങനെ ഉയർത്തപ്പെടാറേയില്ല. അങ്ങ് ദൂരത്താക്കി. ഇതാ ദനൈതലിൽ ഹിബ്ബി, അങ്ങയുടെ പ്രേമഭാജനമായ എന്നിലേക്ക് അങ്ങ് ഇങ്ങോട്ടടുത്തപ്പോൾ അങ്ങ് ദൂരത്താക്കി. ആരെ? മയ്യഹ്വാ, പ്രേമഭാജനം പ്രേമിച്ചിരുന്ന ആളുകളെയെല്ലാം അങ്ങ് എന്നിലേക്ക് അടുത്തപ്പോൾ എനിക്കിപ്പോൾ ഒരാളെയും പ്രേമമില്ലാതെയായി. എനിക്കിപ്പോൾ അങ്ങയോട് മാത്രമായി പ്രേമം. ഞാൻ വേറുള്ളവരില്ലേ കണ്ട്, എന്നാൽ പ്രധാന ലക്ഷ്യമല്ല കണ്ടാവും. ബിരിയാണി ലക്ഷ്യമാവുക എന്നതാണല്ലോ, ബിരിയാണിയാണല്ലോ ഒരു ഭക്ഷണത്തിലെ വലിയ കാര്യം. അപ്പോൾ പിന്നെ അവിടെ എന്തുണ്ടാവും എന്നറിയോ? തേങ്ങാ ചമ്മന്തി ഉണ്ടാവും, എന്താ പറയുക, ചക്കര, എന്താ പറയുക, അതായത് പിന്നെ മറ്റേ ഇതെന്താ എന്താ പറയുക കാരക്ക അച്ചാർ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും എന്തല്ല പ്രധാന ലക്ഷ്യം. എനിക്ക് എൻ്റെ പെണ്ണുങ്ങളോടും കുട്ടികളോടൊക്കെ അതൊക്കെ കുഴപ്പമില്ല. അത്ര എനിക്ക് പ്രേമം എന്നത് ആരോടായി? അങ്ങയോട്. എന്താ കാരണം? മറയെ അങ്ങ് നീക്കി. ഞങ്ങളോട് പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വീണ്ടും പണ്ട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അള്ളാഹുലേക്കുള്ള വാതിൽ ഉള്ളിൽ നിന്നാണ് പൂട്ടിയത്, പുറത്തുനിന്നല്ല. ഒരു എന്താ പറയുക, ഒരു ആയുസ്സിലെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഞാൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ ഖുർആനിൽ നിന്ന് പഠിച്ച ഒരു വിവരം, അള്ളാഹുവിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നാണ് പൂട്ടിയത്, എവിടെ നിന്നല്ല, പുറത്തുനിന്ന്. അള്ളാഹു റസൂൽ ഉള്ളിലുണ്ട്, എന്നിട്ട് ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കണം. ഉള്ളിൽ നിന്ന് ഓർക്കണം, പുറത്ത് നടന്നിട്ടില്ല. ഓരോർക്കണം. പ്രേമത്തിലെല്ലാം അള്ളാഹു അടിമയെ പ്രേമിക്കുന്നതാണ്. അടിമ അള്ളാഹിനെ പ്രേമിക്കലല്ല. അടിമയെ അള്ളാഹു പ്രേമിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്ത്? അടിമ അള്ളാഹിനെ പ്രേമിക്കുന്നത്. നിസ്കരിച്ചിട്ടൊരു കാര്യമുണ്ട്, അത് നോക്കുന്നു, അനക്ക് കുമ്പിട്ടേക്കാം, നീ നിസ്കാരം നിർത്തുമുണ്ട്. നിങ്ങളൊക്കെ, ഞാൻ റബ്ബിൻ്റെ സഹായത്താൽ, നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണല്ലോ, ഞാനും നേരത്തെ തന്നെ സുബൈൻ്റെ മുമ്പൊക്കെ എണീറ്റ്, ഞാനും ഈ കഴിഞ്ഞ രാത്രി നമുക്ക് ലേശം നേരം കിട്ടി, നേരത്തെ അല്പം നേരത്തെ കിടന്നപ്പം അൽഹംദുലില്ലാ നേരം കിട്ടി. 4 മണിക്ക് ശേഷം എണീറ്റ് തഹജ്ജുദ് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളും നിസ്കരിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ഇരിക്കുന്നതിൽ 90%, ചിലപ്പോൾ 100% തഹജ്ജുദ് നിസ്കരിച്ചിട്ടായിരിക്കും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് വാതിൽ തുറക്കുന്ന വിചാരിക്കേണ്ട. വാതിൽ ഇതൊന്നും കൊണ്ട് തുറക്കല്ല, അവിടെ നിന്നിട്ട് തുറക്കണം, ഇവിടെ നിന്ന് തുറക്കാൻ കിട്ടില്ല. അങ്ങനെയാണ്. അതാണ് പ്രശ്നം. പ്രേമത്തിന്റെ ആയത്തുകളിലെല്ലാം അള്ളാഹുവിന്റെ പ്രേമാണ്, നമ്മളെ പ്രേമാണല്ല. യാ അയ്യുഹല്ലദീന ആമനൂ മയർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. നിങ്ങൾക്ക് ദീൻ വേണ്ടതായാൽ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. യുഹിബ്ബുഹും, അവരെ അള്ളാഹു പ്രേമിച്ചിട്ടുണ്ടാകും, അള്ളാഹു അവരെ പ്രേമിച്ചുകൊണ്ടേയിരിക്കും. യുഹിബ്ബൂനഹു, അത് കാരണം അവരും അള്ളാഹിനെ പ്രേമിക്കും. എല്ലായിടത്തും സഹാബികളെ പറ്റി പറഞ്ഞിടത്തുള്ള വസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. പറയേണ്ടത് റളിയല്ലാഹു അൻഹു തന്നെ. അവരല്ലാഹനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അള്ളാഹ് വലിയ ഇഷ്ടപ്പെട്ടു അല്ലെന്ന് വിചാരിച്ച് ആയിക്കോട്ടെ, അള്ളാഹ് വലിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. എങ്ങനെയായിട്ട് റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടപ്പോൾ വറളു അൻഹു, അവർ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയാണ്, ഇവരല്ല എന്നാണ് വാക്കിന്റെ സ്വരം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ നിസ്കരിച്ച് അള്ളാഹിന്റെ ആളാവും പോയി നിസ്കാരത്തിന്റെ ആളാവും സ്വർഗവും കിട്ടും? സ്വർഗം ആർക്കല എങ്ങനെ കൊടുക്കാത്ത? നിസ്കരിക്കാത്ത കൊടുക്കൂലേ? അതല്ലാതെ മഹത്വതല്ലേ? സ്വർഗം മഹത്വതല്ലേ? ആർക്ക് കൊടുക്കാനോ? ഇഷ്ടം കൊടുക്കണം, അതാണ് വേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഏറ്റവും വലുത്, എന്തല്ല, സ്വർഗമല്ല.
അള്ളാഹ് ഇഷ്ടമാണോ? അത് അള്ളാഹു ഇഷ്ടപ്പെടണം. എനിക്ക് കാരണമുണ്ട്. അയാൾ വന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിയ കുട്ടിയാണ്, നമുക്ക് അന്വേഷിക്കാം. അതുവരെ ഓള് കല്യാണത്തിന് പറ്റി അന്വേഷിച്ചില്ല, ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോഴും പറഞ്ഞു, അങ്ങനെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്താം. അതാണ് റളിയല്ലാഹു അൻഹു. ആദ്യം അവിടുന്ന് ഇഷ്ടം, അവിടുന്ന് കിട്ടല്ല. എല്ലായിടത്തും ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി അവിടെ ചാരി നിങ്ങൾ പറ്റ ഉറങ്ങണ്ട. വെറുതെ നേരം കളയണ്ട. ഈ ക്ലാസ് നിങ്ങൾ വിചാരിച്ച ക്ലാസ് അല്ല. ഇത് ഉള്ളിൽ കലങ്ങി ക്ലിയറാകണം. തെറ്റുകളൊക്കെ തിരുത്തണം. ആദ്യം അള്ളാഹ് നമ്മളെ സ്നേഹിക്കണം, എന്നിട്ട് നമ്മൾ സ്നേഹിക്കും. അതിനെ അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഇയാൾ ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെടാനുള്ള എല്ലാ സിസ്റ്റവും എല്ലാം ഈ പെണ്ണിൽ ഉണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടു. അപ്പം അവളും പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്കും വിരോധമില്ല, മൂപ്പരും കുഴപ്പമൊന്നുമില്ല. അയാൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ആണോ ഇവൾ ഒരുങ്ങ്? അല്ല, അവൾക്ക് നേച്ചുറലത്. മനസ്സിലായില്ലേ? നേരത്തിന് കുളിക്കും, നേരത്തിന് മുടി ചെയ്യും, അതൊക്കെ സിസ്റ്റത്തിൽ അവൾക്ക് ഉണ്ട്. അത് അയാൾ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടല്ല, ആ സിസ്റ്റത്തിലേ ഉണ്ട്. ആ കുട്ടി സ്കൂളിൽ പോയപ്പോൾ വ്യക്തിയിൽ കണ്ടു, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അന്വേഷിക്കാം, അജിർക്കാൻ്റെ മോളാണ്, അന്ന് അന്വേഷിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് അതുവരെ +2 പഠിക്കുന്ന കുട്ടിയാണ്, അതുവരെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ മൂപ്പരെ കണ്ടിട്ടുണ്ട്, ആയിക്കോട്ടെ, വിരോധമില്ല. മനസ്സിലാണ്ട്? അള്ളാഹു ഇഷ്ടപ്പെടേണ്ടത് നിന്റെ മേൽ ഉണ്ടായിരിക്കണം. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ്യ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടപ്പോൾ റളിയല്ലാഹു അൻഹു അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ല എല്ലായിടത്തും. നമ്മൾ ആരെ പറ്റിയെങ്കിലും എന്നറിയില്ല, അയാൾ അള്ളാഹിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. റളിയല്ലാഹു അൻഹു അയാളെ അള്ളാഹ് ഇഷ്ടപ്പെടട്ടെ അതല്ലേ നമ്മൾ പറയുന്നത്. ഏതൊരാളെ പറ്റി പറഞ്ഞാലും അബൂബക്കർ എന്ന് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പറ ചങ്ങായി, എന്താ നമ്മൾ പറയുന്നത്? റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്കൊരു ഇഷ്ടം വന്നാൽ മതിയായിരുന്നു അബൂബക്കറിനെ പറ്റി. അള്ളാഹു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും ആ വ്യക്തികൾ ഇങ്ങോട്ടും ഇഷ്ടപ്പെടും, ഉറപ്പല്ല ഇഷ്ടപ്പെടും. അപ്പൊ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മറകളൊക്കെ നീക്കി കൊടുക്കുന്നത്? എന്നാൽ ആ മറകൾ നീക്കി കിട്ടാവുന്ന ഔസാഫുകൾ ഈ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. അവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവില്ല, അല്ലാഹു റസൂലും അല്ലാതെ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. പിന്നെ പ്രേമഭാജനത്തിലേക്ക് അങ്ങ് ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങ് ദൂരത്താക്കി ആ പ്രേമഭാജനമായ ഞാൻ എന്ന വ്യക്തി പ്രേമിക്കുന്ന എല്ലാവരെയും അങ്ങ് ദൂരത്താക്കി. ഇപ്പൊ എനിക്ക് ആരോടും ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയ പ്രേമമില്ല, ആരോടേ ഉള്ളൂ, അതിനോട് മാത്രമേ ഉള്ളൂ. അതവസ്ഥ തന്നെ. അള്ളാഹുവിനെ റസൂലിനെ തിരഞ്ഞെടുക്കുക, അവിടേക്കൊന്നും നമ്മുടെ തുലയിൽ തിരഞ്ഞെടുക്കാലോ. അള്ളാഹുവിനെ റസൂലിനെ തിരഞ്ഞെടുക്കുക, മനസ്സിലാണ് പറഞ്ഞത്. സുബഹി നിസ്കരിക്കാതെ മകള് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നാ? ഒപ്പം കിടന്നിട്ടല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ചോളം കിടന്നോട്ടെ. അപ്പം നമ്മൾ ആരെയാ തിരഞ്ഞെടുത്ത്? ഓളെ. അപ്പം നമ്മൾ മനസ്സിലായില്ല, എണീറ്റ് പോവും, ഇതോ ലോഡ്ജല്ല, സുബഹി നിസ്കരിച്ചല്ല. അപ്പം നമ്മൾ ആരെ തിരഞ്ഞെടുത്തു? അള്ളാഹുവിനെ. അന്നത്തോടു കൂടെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ട് ദേഷ്യം ഉണ്ടാവും. ഏത് സുബഹി ഞാനൊരിക്കൽ പ്രസംഗിക്കാണ് തമിഴ്നാട്ടിലെ പ്രസംഗിക്കുന്നത്, ഉടലൂർ പരിസരത്ത്. അപ്പൊ ഏതൊരാളെ സുബഹിന്റെ ബാങ്ക് കൊടുത്താൽ ആരെയും വിളിക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ സുബഹി നിസ്കരിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് പോയി ഏതാട്ടാണ് വിളിക്കാം. മുസ്ലിം ആണെങ്കിൽ വിളിക്കാം, കാരണം ഇവൻ എന്ത് നിർബന്ധമാണല്ലോ. സുബഹി കുറഞ്ഞ നേരം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും, വിളിക്കാം. അതിന് എന്താണെങ്കിലും വിളിക്കരുത്, ആരെയും വിളിക്കാം. ഓൻ എപ്പോ കിടന്നാലും വേണ്ടില്ല, എപ്പോ കിടന്നാലും വേണ്ടില്ല എന്ന്. അപ്പോൾ ഒരു കാക്ക എണീറ്റിട്ട് പറഞ്ഞു, ഇതൊന്നും കൂടി ഉറക്കെ പറയും, ഈ മറന്റെ അപ്പുറത്തിന്റെ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്, ചായ നാട്ടിലാണ് എൻ്റെ മകന് പണി. ഓൻ നേരെ പോൾക്ക് അങ്ങനത്ത് വന്നിട്ട് കിടക്കും. ഞാൻ വന്ന് സുബൈക്ക് ചമ്പൾ പറയും, എൻ്റെ കുട്ടിപ്പണം ഒന്ന് കിടന്നിട്ടോളൂ, നിങ്ങളൊരു സുബൈ അത് മതിയാവും കാഫറാകാൻ. ഇവിടെ ആരെയും നിസ്സാരപ്പെടുത്തി? മൻ അഹാന സ്വലാത്ത ഫഖദ് അഹാന അല്ലാഹ്. നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയാൽ അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തി. മൻ അഹാന സ്വലാത്ത ഫഖദ് അഹാന അല്ലാഹ്. ഒരാൾ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയാൽ നിസ്സാരപ്പെടുത്തിയത് ആരെയാണ്? അല്ലാഹ്. നിങ്ങൾ നിസ്കാരം, എൻ്റെ കുട്ടിപ്പണം ഒന്ന് കിടന്നു ശരിയാക്കും. 3 മണിക്ക് കിടന്നിട്ടുള്ള ചായറാട്ടി പണിയാണ്.
മനസ്സിലാണ്ടോ? നേരം ചായ ഫാക്ടറികൾ നേരം വിളിക്കുന്നത് വരെ വർക്ക് ചെയ്യും. അതിൽ ഉള്ള എന്തോ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവൻ. നേരം കാലത്ത് വന്ന് കിടക്കും, പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ സുബൈന് വാങ്ങി കൊടുക്കും, 1.5 മണിക്കൂർ. അപ്പോൾ ഇപ്പം തന്ത വാതിലട്ടാൻ പോയാൽ തള്ളാൻ വയ്ക്കൂല, എൻ്റെ കുട്ടി പോകുന്ന കളഞ്ഞിട്ടുള്ളൂ പറയും. ഒന്നും കൂടിയാണ് പറഞ്ഞത് ഉസ്താദേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആരെക്കാളും പ്രധാനം ആരാകണം? അല്ലാഹു. ആരെക്കാളും അല്ലാഹു ആകുക. അപ്പോൾ ഇത് ഇന്ന് നമ്മളെ ഇടയിലില്ല. നേതാവ് അള്ളാഹുക്കും റസൂലിനെതിരെ പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കും, എന്തെങ്കിലും ഒപ്പിക്കും, എന്തെങ്കിലും വ്യാഖ്യാനിക്കും. അല്ലെങ്കിൽ മുതലാളി പറഞ്ഞാൽ മിണ്ടൂല, മുതലാളി പറഞ്ഞാൽ മിണ്ടൂല. എനിക്ക് പരിചയമുള്ള ഒരാളുടെ മകൻ ഖാദിയാനിയോടുകൂടെ കച്ചവടത്തിൽ കൂടി ഒരു 20 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇയാളുടെ ബാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, ഖാദിയാനിയുടെ കൂടെ കൂറച്ചവടം ചെയ്താൽ അയാളെ മനസ്സിലേക്ക് സ്വാഭാവികമായും ഖാദിയാനിയുടെ സ്വഭാവം കയറൂലേ? അത് കയറാൻ സാധ്യതയുണ്ട്. ഖാദിയാനി കാഫറാണെന്ന കാര്യത്തിൽ ലോകത്ത് എല്ലാവരും മുസ്ലിമീങ്ങൾ അഭിപ്രായമല്ലേ? ഞാൻ നാടൻ കാക്കുക അതെ. എന്നാൽ എൻ്റെ മകൻ ഖാദിയാനിൻ്റെ ഒപ്പം കൂടുകൂടിയിട്ടുണ്ട്. ഓൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാലോ, ഓനെ വിളിച്ചാൽ പറഞ്ഞാൽ അത് വേണ്ട. ബാപ്പ പറയുന്നുണ്ട് ദുബൈയിലാണ്, എന്നോട് ബന്ധമുള്ള ഒരു കുടുംബമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ ഗൾഫിനൊക്കെ വരുമ്പോൾ എനിക്ക് കിത്ത പോകണമെന്ന് തരും. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച്, എൻ്റെ ബാപ്പ വിളിച്ച് പറയുന്നുണ്ട്, ഈ ഖാദിയാനിയോട് കൂറ് കൂടിയെന്ന് കേൾക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 കൊല്ലം മുമ്പാ പറയും, ഉസ്താദേ 25 ലക്ഷം റുപ്യ പോയി കൊടുത്തിട്ടുള്ളത്. ഞാനില്ലാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ ആ പൈസ കിട്ടൂല. അപ്പം എങ്ങനെങ്കിലും ആ നോക്കിയല്ലേ നോക്കാം. അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് പ്രേമം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ ആ മനുഷ്യനിലെല്ലാം ഉണ്ടാവും, അയാളിലെല്ലാം ഉണ്ടാവും. ഒരാൾ സൽസ്വഭാവത്തിന് എന്താ ചെയ്യേണ്ടത്? സൽസ്വഭാവം ഉണ്ടെങ്കിൽ ലോകം കീഴടക്കാം. എന്നെ സൽസ്വഭാവത്തിന് എന്താ ചെയ്യേണ്ടത്? എന്താ സൽസ്വഭാവത്തിന്? എന്താണ് സൽസ്വഭാവത്തിന് ചെയ്യേണ്ടത്? സൽസ്വഭാവത്തിന് എന്ത് ചെയ്യേണ്ടത്? സൽസ്വഭാവത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നാ ചോദ്യം. സൽസ്വഭാവത്തിന് എന്ത് ചെയ്യേണ്ടത്? ഒരു ഭിക്ഷക്കാരൻ അങ്ങാർത്തോണ്ട് അങ്ങനെ കാണിച്ചു, എന്നെ കൈ നീട്ടി, നിങ്ങളൊന്നും കൊടുത്തില്ല. അപ്പോൾ എന്താ പറയാ, എൻ്റെ അടുത്താണല്ലോ ഞാൻ രാവിലെ വന്ന്. ഓ, അപ്പോൾ ഇത് 2 സ്വഭാവമാണല്ലോ. അപ്പോൾ എൻ്റെ രാവിലത്തെ എങ്ങനെ കാണിക്കൽ എന്തല്ല ആത്മാർത്ഥം, അത് സൽസ്വഭാവമല്ല, അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? സൽസ്വഭാവം നിങ്ങൾ വിചാരിച്ചൊന്നല്ല. നമ്മളെ ജ്വല്ലറിയിൽ കയറി ചെല്ലുകയാണെങ്കിൽ വാതിൽക്ക് ഒരാൾ നിന്നിട്ട് ഒരു പെണ്ണ് നല്ല സാരിയൊക്കെ കൊടുത്തൊരു പെണ്ണ്, അവൾക്ക് തന്നെയാണ്. നിങ്ങൾ പോയി സാധനം ഒക്കെ നോക്കി മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ചെന്ന് ചായ വേണമെന്ന് വെച്ച് മനസ്സിലായില്ലേ, എല്ലാം അതിനിടയിൽ നിങ്ങൾ സാധനം എടുക്കാതെ ഒന്നും എന്തോരവസ്ഥ നജാണെന്നോ സ്വഭാവം മുഴുവൻ മാറും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ വേറൊരു കസ്റ്റമർ വണ്ടി ഇട്ടിട്ട് കയറി നിൽക്കണമെങ്കിൽ ആ വണ്ടി ഒന്ന് മാറ്റി തരുന്നാലും മാറ്റിത്തരാൻ വരെ നേരം പോയിക്കും. ഒന്നും സൽസ്വഭാവമല്ല. സൽസ്വഭാവത്തിന് അടിസ്ഥാനം അള്ളാഹുമായി അടിമയുടെ ബന്ധമാണ്. ഈ വ്യക്തികളൊന്നും ആഗ്രഹിക്കുന്നില്ല. ആരിൽ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന്. പിന്നെ അയാൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് മുഴുവനും മാന്യത കാണിക്കുക എന്നുള്ളത് അള്ളാഹുവോടുള്ള ബന്ധമാണ്. ഒരു മനുഷ്യൻ മനസ്സിലായില്ല പറഞ്ഞത്, ഒരു മനുഷ്യനോട് മാന്യത കാണിക്കുന്ന ഈ ഒരു പട്ടി വളപ്പ് കയറിയാൽ കല്ലെടുത്തെറിയും. മനസ്സിലായില്ല? എന്തുകൊണ്ട്? മനുഷ്യന്മാരുടെ നന്നാണെന്ന് എനിക്കുള്ളൂ. പട്ടികളെ സമ്മേളനത്തിൽ മഹാനായ മുനീർ കാക്കയാണെന്ന് പറയൽ എൻ്റെ ഉദ്ദേശമല്ല. അതേ സമയത്ത് അള്ളാൻ്റെ എടുക്കലോ ഈ പട്ടി അള്ളാൻ്റെ സൃഷ്ടിയാണ്, എന്നോട് മാന്യതക്കെട് കാണിച്ചാൽ അള്ളാൻ്റെ കോപം ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി അപ്പുറത്തായിരിക്കും ഞങ്ങളുടെ ബന്ധം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതന്നെ അതന്നെ. പെണ്ണുങ്ങളോട് മാന്യത പുലർത്തും. അമ്മോശാക്കനെ തിരിഞ്ഞു നോക്കാത്ത ആളുകളെ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. തിരിഞ്ഞു നോക്കൂല. എന്താ കാരണം? കോളേജ് മാത്രമേ ബന്ധമുള്ളൂ. അയാളോട് ബന്ധമുണ്ടെങ്കിൽ പഠിച്ചോണ്ട് വന്ന് വേണം.
മനസ്സിലായി, എന്നും നിലനിൽക്കുന്ന ബന്ധം. അയാൾ പൊളിഞ്ഞാൽ ഇയാളെ സംരക്ഷിക്കും, അയാളെൻ്റെ വാപ്പയാണ്. അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇയാളെ സംരക്ഷിക്കും. എന്തുകൊണ്ട്? അയാളെ നിനക്ക് കിട്ടാണ്ട്. നിക്കാഹ് കഴിഞ്ഞു, നല്ല നിലക്ക് ഒക്കെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരാൻ ഒരു കൊല്ലെങ്കിലും കൂട്ടിക്കൊണ്ടുപോകും. ഇതിനടക്കം അവൻ അവിടെ പോയി പോലും ആ പെണ്ണുമായി അന്ത്യവർമ്മൊക്കെ ചെയ്തു. അതിനുശേഷം ഇയാളുടെ ദുബായിലെ കച്ചവടം പൊളിഞ്ഞു. അതിനുശേഷം ഇവർ നിർബന്ധിച്ച് പറഞ്ഞിട്ട് തൊലാക്ക് ലഭിച്ചു. തൊലാക്കില്ല. എന്ത്? ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ മറക്കൂല സംഭവം. അയാൾക്കൊരു പീടിക കച്ചവടമുണ്ട്, കടയുടെ മുന്നിലൂടെ ഞാൻ എല്ലാ ദിവസവും കാറിൽ വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആ 20 കൊല്ലം മുമ്പുള്ള തൊലാക്ക് ഇങ്ങനെ ഓർക്കും. തിരിഞ്ഞിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞു, കല്യാണത്തിന് മുമ്പ് തൊലാക്ക് ലഭിച്ചു. ഈ പെണ്ണിനെയും കൊണ്ട് രാത്രികൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നു. ഒരു നഷ്ടപരിഹാരം കൊടുത്തു. എന്നാലും കൗത്തുനിന്ന് പോയല്ലോ. കാരണം ഇയാൾക്ക് എന്തായിട്ടുണ്ട്? പൊളിഞ്ഞു. ദുബായിൽ കച്ചവടം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ കെട്ടിയത്. ഇനിയിപ്പോൾ ഓളെ കിട്ടുന്നുണ്ട്, വേറെ എത്ര കുട്ടികളുണ്ട്. അത് നഷ്ടപരിഹാരം കൊടുത്തു. നല്ല ചെറിയ നഷ്ടപരിഹാരം ഉണ്ടാവുള്ളൂ. ഈ 10 ലക്ഷം കൊടുത്താൽ തന്നെ ആയിക്കോട്ടെ. മറ്റേ ഇനിയും അതിനേക്കാൾ വലിയ പൊളിയാത്ത സൂപ്പർ മാർക്കറ്റിലുള്ള കുട്ടികൾ വേറെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നവരും മോലിയാരെ കാണുമ്പോൾ കൈ പിടിച്ച് മുത്തുന്നവരും ചെയ്ത പണിയാണ്. മോന്റെ മൂക്കിലെ വിയർപ്പ് മോലിയാരെ കയ്യുമാക്കിയെന്നല്ലാതെ സ്വർഗം കിട്ടും വിചാരിക്കുന്നത്. അതൊക്കെ അതിനൊന്നും മോലിയാർ വഞ്ചിതനാവാണ്ട്. മോലിയർക്ക് കുറച്ച് വലിയ സോപ്പ് വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അത് വീരാങ്കുട്ടിയാക്കല, അത്രയേ ഉള്ളൂ. പക്ഷെ മൗര്യമാർ എന്താ വിചാരിക്കണോ? കൈ മുറിച്ച് ഞാൻ മാനായി. ഈ ജാതി കൊറോണ പിടിച്ചവനെ മുഴുവനെ മുത്തിയിട്ട് ഏതായാലും സോപ്പിട്ട് കഴിക്കാതെ അത് കയറാൻ പറ്റില്ല. അതിലൊന്നും വഞ്ചിതനാണ്. ഒരു മനുഷ്യന്റെ സൽസ്വഭാവത്തിന്റെ ആധാരം പരാശക്തിയോടുള്ള അവന്റെ ബന്ധമാണ്. അത് ഹിന്ദുവിനുണ്ടാവും, ദൈവവിശ്വാസം. ഇന്നലെ വരെ ഹിന്ദുക്കൾക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സൽസ്വഭാവം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ സൽസ്വഭാവമുള്ള ഹിന്ദുക്കൾ എനിക്കറിയാം. അതേസമയത്ത് പിന്നെ അവർക്ക് എന്തുകൊണ്ട് ഒരു മേലായ ശക്തിയിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഇന്നത് മെല്ലെ മെല്ലെ ഇല്ലാതാവുകയാണ്. പടച്ചോൻ കാക്കട്ടെ നമുക്കും. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ആ ഒരു ബന്ധം, ആ ബന്ധം മാത്രമാണ് നമ്മളാക്കുക. അപ്പോൾ ആ മനുഷ്യൻ കുറച്ചപ്പുറത്തേക്ക് ബന്ധമാണ്. അല്ലാഹുവിനോട് റസൂലിന് സൽസ്വഭാവം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അയാൾക്ക് പിന്നെ ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. എല്ലാ ഗുണങ്ങളും അയാളിലുണ്ട്. എന്റെ മടക്കം മിനൽ മൗല, മൗലയായ ഏത് മൗല? റബ്ബായ മൗലയായ ഉടമക്കാരിൽ നിന്നുള്ള എൻ്റെ മടക്കം അൽ ജലീൽ ജലാലുഹു, അവന്റെ വളർമ്മ ഏറ്റവും വളർമ്മയുള്ളവനായ ആ മൗലയിൽ നിന്ന് ഞാൻ മടങ്ങി ഇലൈഹി, മൗലയിലേക്ക് തന്നെ. ഞാൻ മൗലയിൽ നിന്ന് മൗലയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എനിക്ക് കിട്ടിയത് ബിഹബ്ബിൽ മുസ്തഫ ബിഹബ്ബിൽ ഹാഷിമി കുടുംബക്കാരനോടുള്ള പ്രേമം കൊണ്ട് കിട്ടിയത് മാത്രമാണ്. ഞാൻ എയിലെത്തിരിഞ്ഞാലും ആരടുത്തേക്കാണ്? അള്ളാഹുവിലേക്ക്. മനസ്സിലായില്ലേ? റുജൂഇ എൻ്റെ മടക്കം മിനൽ മൗലൽ ജലീലി ജലാലു. മനസ്സിലായില്ലേ? വളർമ്മയുള്ളവനായ ഏറെ വളർമ്മയുള്ളവനായ വളർമ്മ തന്നെ ഏറെ വളർന്നവനായ മൗലയായ ഉടമക്കാരിൽ നിന്ന് ഞാൻ മടങ്ങി ഇലൈഹി, മൗലയിലേക്ക് തന്നെ. ഞാൻ എവിടെ തിരിഞ്ഞാലും ആരടുത്തേക്ക് എത്താണ് പിന്നെയും. അതൊക്കെ എനിക്ക് കിട്ടിയത് ബിഹബ്ബിൽ ഹാഷിമി, ഹാഷിമി കുടുംബക്കാരനോട് എനിക്കുള്ള പ്രേമമാണ്. ആരാ ഹാഷിമി കുടുംബക്കാരൻ? മുഹമ്മദ്. വലാ ഖുർവ. ആ ആളെ പ്രേമിച്ചാൽ അള്ളാഹുവിന്റെ വൃത്തത്തിൽ നിന്ന് പോകൂല എന്ന കാര്യത്തിൽ ഒരത്ഭുതവുമില്ല. നല്ല വെയില് കെട്ടിയിട്ട് പിന്നെ ആടിനെ അയച്ചിട്ടാൽ എന്താ? പോവില്ലല്ലോ, അവിടെ തന്നെ കിടങ്ങൂലേ? എന്തുകൊണ്ട്? വേലി മുഹമ്മദിയത്തൊരു വേലിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. കൈത്തിൽ പടത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എവിടെയാണെങ്കിലും അവിടുക്കനെ മടങ്ങും. റുജൂഇ എന്റെ മടക്കം എവിടുന്ന് എവിടേക്ക്? മിനൽ മൗലൽ ജലീലി ജലാലുഹു, ജലാലിയത്ത് വളരെ വളർമ്മയുള്ളവനായ ഉടമക്കാരിൽ നിന്ന് ഞാൻ മടങ്ങുന്നു. ഇലൈഹി, ഉടമക്കാരിലേക്ക് തന്നെ മടങ്ങാൻ കാരണം ബിഹബ്ബിൽ ഹാഷിമി, ഹാഷിമി കുടുംബക്കാരനായ ആ മഹാനോടുള്ള പ്രേമം കൊണ്ട് മാത്രമാണ്. വലാ ഖുർവ, അതിൽ ഒരത്ഭുതവുമില്ല, ഒന്നുമില്ല. റഅയ്തു, ഞാൻ കണ്ടു. വഖദ് മദ്ദൽ മുഹൈമിനു ലില്ലഹു, മുഹൈമിനായ റബ്ബ് എന്ന് റഅയ്തു വഖദ് മദ്ദൽ മുഹൈമിനു ലില്ലഹു യുസല്ലി അലാ അബ്ദിൻ അലൽ ജഹരി വൻ നജ്വാ.
റഅയ്തു ഞാൻ കണ്ടു വഖദ് മദ്ദൽ മുഹൈമിനു മുഹൈമിനായ അല്ലാഹു നീട്ടിയിട്ടുണ്ട് ലില്ലഹു അവന്റെ ലില്ലിനെ അവന്റെ സഹായത്തെ അവന്റെ അനുഗ്രഹത്തെ അവൻ നീട്ടിയതായി ഞാൻ കണ്ടു. എങ്ങനെ? യുസല്ലി സ്വലാത്ത് ചെല്ലുന്നതായി നീട്ടി അലാ അബ്ദിൻ ഒരു അബ്ദിന്റെ മേൽ അലൽ ജഹരി പരസ്യത്തിലും വന്നജ്വാ രഹസ്യത്തിലും. റബ്ബ് മനസ്സിലായില്ല, റബ്ബിന്റെ സഹായം റബ്ബ് സ്വലാത്തിലൂടെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് രഹസ്യവും പരസ്യവുമായി. ആ ആൾക്ക് അല്ലാഹു തആല സ്വലാത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, റബ്ബിനെ കണ്ടിട്ടുണ്ട്. റഅയ്തു ഞാൻ കണ്ടു വഖദ് മദ്ദൽ മുഹൈമിനു മുഹൈമിനായ റബ്ബ് നീട്ടി ലില്ലഹു അവന്റെ ലില്ലിനെ. ലില്ല് എന്ന് പറഞ്ഞാൽ അത് തന്നെ. ലില്ല് എന്നാണ് ഉദ്ദേശം അവന്റെ അനുഗ്രഹം, അവന്റെ ഒരു തണൽ. യുസല്ലി സ്വലാത്ത് ചെല്ലുന്നതായിട്ട് അല അബ്ദിൻ തന്റെ അബ്ദിന്റെ മേൽ അലൽ ജഹരി പരസ്യത്തിലും വന്നജ്വാ രഹസ്യത്തിലും. റസൂലുൻ അതാനാ വഹുവ സിർറുൻ മുഖദ്ദസു വഅർസലഹുൽ മൗലാ മിനൽ ഗായത്തിൽ ഖുസ്വാ. റസൂലൻ ഒരു റസൂൽ അതാന ആ റസൂൽ നമുക്കെത്തി. വഹുവ ആ റസൂൽ സിർറുൻ മുഖദ്ദസുൻ ഒരു പരിശുദ്ധമായ രഹസ്യമാണ്. വഅർസലഹുൽ മൗലാ മൗലയായ റബ്ബ് ഉടമക്കാരനായ റബ്ബ് ഈ റസൂലിനെ അയച്ചിരിക്കുന്നു. മിനൽ ഗായത്തിൽ ഖുസ്വാ അങ്ങേയറ്റത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന്, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ആദ്യധാരയിൽ നിന്നാണ് ഈ റസൂലിനെ അയച്ചിട്ടുള്ളത്. ഖുസ്വ അങ്ങേയറ്റം, ഗായ അങ്ങേയറ്റം. മിനൽ ഗായത്തിൽ ഖുസ്വ അങ്ങേയറ്റത്തിന്റെയും അങ്ങേയറ്റത്തിൽ നിന്നാണ് ഈ ആളെ അള്ളാഹു നമുക്ക് അയച്ചത്. റസൂലുൻ ഒരു റസൂലാണ് എൻ്റെ ആൾ. അതാന ആ ആൾ നമുക്കടുത്ത് വന്നു. വഹുവ ആ ആൾ സിർറുൻ രഹസ്യമാണ്, മുഖദ്ദസുൻ പരിശുദ്ധമാക്കപ്പെട്ട. വാർസലഹു ആ റസൂലിനെ അയച്ചു, അൽ മൗല ഉടമക്കാരനെ അയച്ചു. എവിടുന്ന് അയച്ചു? മിനൽ ഗായത്തിൽ ഖുസ്വ അങ്ങേയറ്റത്തിന്റെയും അങ്ങേയറ്റത്തിൽ നിന്ന്. لقيت ذر العرفان من سر حبه ورلت الصعاب المعلاتي ولا دعوى. لقيت ഞാൻ കേറി ذر العرفان ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയെ മിൻ സിർ ഹുബ്ബിഹി ആ നബിയെ പ്രേമിച്ചു എന്ന രഹസ്യമുണ്ട്. ഞാൻ ഇന്ന് ആരിഫീങ്ങളുടെ നേതാവാണ്. എന്തുകൊണ്ട്? എനിക്കത് കിട്ടിയത് നിസ്കാരം കൊണ്ട് നോമ്പുകൊണ്ടില്ല, നബിയെ പ്രേമിച്ചുകൊണ്ടാണ്. അങ്ങനെ കിട്ടുകയുള്ളൂ. മറ്റൊക്കെ അതിനാൽ ഉണ്ടായിത്തീരുന്ന നിസ്കരിക്കും, നബിയെ പ്രേമിച്ച് നിസ്കരിക്കുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? കവി പറഞ്ഞില്ലേ, ബുസൂരി ഇമാമ പറഞ്ഞില്ലേ? എന്താ ബുസൂരിയുടെ വാക്ക്? ഒരാളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തുവല്ലോ. ആ രണ്ട് കാലിൽ നേരി കെട്ടി വീർത്തപ്പോഴും തഹജ്ജുദ് മുടക്കാത്ത ആളാണ്. ആ ആളോട് എന്റെ സുന്നത്തിനോട് ഞാൻ അതിക്രമം ചെയ്തല്ലോ. ഞാൻ ആ പേശനെ ഈ ആളെ കാണുമ്പോ എന്താ പറയാ? എനിക്കൊരു തഹജ്ജുദ് മുടങ്ങി പോയിട്ടുണ്ട്. എനിക്ക് ലജ്ജയാണ് മനുഷ്യൻ മുഖത്തേക്ക് നോക്കാൻ. അപ്പൊ അള്ളാന്റെ കൂലിയല്ല കവിക്ക് പ്രശ്നം. എന്താണ്? ഹബീബ നബി മുഖത്ത് നോക്കലാണ്. മനസ്സിലായി? അതാണ് പ്രശ്നം. എന്തല്ല കൂലിമായത് ഫضل അള്ളാഹ് തരും. നബിനെ മുഖത്തേക്ക് നോക്കും. നബി കാലിന് നീര് വെട്ടി വീർത്തപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? നബിന്റെ മുഖത്ത് ഞാൻ നോക്കിക്കാം. നബി എന്നോട് ചോദിച്ചാൽ ഒന്ന് അർത്ഥം വെച്ചൊന്ന് നോക്കിയാലോ, ജരിതുന്നത്തിന്റെ ഒഴിവാക്കിയില്ല ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ കവിക്ക് പ്രശ്നം അള്ളാന്റെ കൂലിയല്ല, നബി അഭിമുഖീകരിക്കലാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി തന്നെ. റഖീതു ഞാൻ കേറി ദുറൽ ഇർഫാനി ആത്മജ്ഞാനത്തിന്റെ ഉന്നത ശ്രേണികളെ ഞാൻ കേറി. മിൻ ഹബ്ബി മിൻ സിദ്ദി ഹബ്ബിഹി ആ നബിയെ പ്രേമിച്ചു എന്ന രഹസ്യം കൊണ്ട് ഞാൻ കേറിപ്പോയി. ഉറുൽതു സിആബൽ മുഅദിലാത്തി തടസ്സമാക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുള്ളതിനെയും ഞാൻ മുറിച്ചു കടന്നു. എല്ലാത്തിനെയും മുറിച്ചു കടന്ന് ഞാൻ അങ്ങോട്ട് കയറി. വലാ ദഅവ ഇത് കേവലം വാദമല്ല, ഞാൻ മുറിച്ചു കടന്നിട്ടുണ്ട്. لقيت ذر العرفان من سر حبه ورلت الصعاب المعضلات ولا دعوى. റഖീതു ഞാൻ കേറി ദുറൽ ഇർഫാനി അവസാനിപ്പിക്കാണ്. ആത്മജ്ഞാനത്തിന്റെ ഉന്നത ശ്രേണികളെ ഞാൻ കേറി. മിൻ സിരി ഹുബ്ബിഹി ആ നബിയെ പ്രേമിച്ചു എന്ന രഹസ്യം കൊണ്ടാണ്. ആ രഹസ്യത്തിനാലാണ് ഞാൻ ആ ആത്മജ്ഞാനത്തിന്റെ ഉന്നത ശ്രേണികൾ കടന്ന് മുകളിലേക്ക് പോയത്. ഉറുൽതു സിആബ പ്രയാസമുള്ളതിനെ ഞാൻ മുറിച്ചു കടന്നു. അൽ മുഅദിലാത്തി തടസ്സപ്പെടുത്തുന്ന പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ യാത്രയിൽ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മുറിച്ചു കടന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ നബിയുടെ ഞാൻ ആത്മജ്ഞാനത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ കഴിഞ്ഞത് നബിയോടുള്ള പ്രേമം കൊണ്ടാണ്. ഒരു ദഅവ ഇത് കേവലം വാദമല്ല, സത്യമാണ് എന്ന്. رسول متى شدوا لإنشاء مدحه تحفو جنابي المكمك مكرمات كما هو.
റസൂലിന് ഇതൊരു വല്ലാത്ത റസൂല. ഞാൻ കവിതാ പാരായണം നബിയെ മദ്ഹ് ചെയ്യുക എന്ന മദ്ഹ് നിർമ്മിക്കുവാൻ വേണ്ടി ഞാൻ കവിടക്കൊരുങ്ങുമ്പോഴെല്ലാം തഹ്ഫു ജനാബി എന്റെ പാർശ്വങ്ങളിൽ പൊതിയാറുണ്ട് അൽ മക്റുമാത്തു ഉന്നതമായ കറാമാത്തുകൾ മഹത്വങ്ങൾ കമാ അഹ്വ ഞാൻ കൊതിക്കുമ്പോലെ തന്നെ. ഞാൻ ബെയ്ത്ത് എഴുതാനിരിക്കുമ്പോൾ എന്തൊക്കെയോ എന്നെ പൊതിയും പോലെ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും മഹത്വങ്ങളും എന്നെ പൊതിയും പോലെ എനിക്ക് അനുഭവപ്പെടും. റസൂലിൻ ഇത് റസൂലാണ്. മതാ അഷ്തു ഞാൻ കവിതക്ക് നബിയെ പ്രശംസിക്കാച്ച് തുടങ്ങാനുള്ള കവിതയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോഴെല്ലാം തഹ്ഫു എന്നെ പൊതിയാറുണ്ട് ജനാബി എൻ്റെ പാർശ്വങ്ങളെ അൽ മക്റുമാത്തു ഉന്നതമായ മഹത്വങ്ങൾ കമാ അഹ്വ ഞാൻ കൊതിക്കും പോലെ തന്നെയും എന്ന്. സുബ്ഹാനല്ലാഹ്. رفيع النفيع ويا كافي العباد فصليا عليه صلاة لن تحصى ولا تحوى. റഫീആയ റബ്ബേ, യാ കാഫി എന്തിനും മതിയായ റബ്ബേ, കാഫിൽ ഇബാദി അടിമകൾക്ക് എന്തിനും മതിയായ റബ്ബേ, ഫസല്ലിയൻ തീർച്ചയായും നീ സ്വലാത്ത് ചൊല്ലണേ അലൈഹി ആ നബിയുടെ മേൽ സ്വലാത്തൻ ഒരു സ്വലാത്തിനെ ലൻ തുഹാത്ത അതിനെ അതിർത്തിപ്പെടുത്താൻ കഴിയില്ല, അതിനെ വേലി കെട്ടാനും കഴിയില്ല. രണ്ടും ഏകദേശ അർത്ഥത്തിൽ.